നമ്മുടെ നാട്ടിൽ ഈയിടെയായിട്ട് ഭയങ്കര ട്രെൻഡിങ് ആണ് ഒരു ഫ്ലാഗ് ഉണ്ട്, റെയിൻബോ ഫ്ലാഗ്. LGBTQ അല്ലേ? ആ അങ്ങനെ പറഞ്ഞപ്പോഴാണ് എനിക്കൊരു സംശയം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ കുറേ സ്ഥലത്ത് ഇപ്പോൾ ഞാനും കേൾക്കുന്നുണ്ട് LGBTQ+ അങ്ങനെയുള്ളത്. LGBTQIA അതെ, ഒരു ഫ്ലാഗ് ഉണ്ട് അവർക്ക്, അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി പോലെ പോകുന്നുണ്ട് വളരെ ട്രെൻഡായിട്ട്. അപ്പോൾ ആക്ച്വലി എന്താണ് ഈ ഒരു ഇവരുടെ ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു പർപ്പസ്, അല്ലെങ്കിൽ മീൻസ് അവരൊരു ഒബ്ജക്റ്റീവ് ഉണ്ടാവുമല്ലോ. ഫ്ലാഗ് ബേസിക്കലി US ഒറിജിൻ ചെയ്തൊരു ഫ്ലാഗാണ്. അതായത് 1978 മറ്റോ അവിടുത്തെ ഒരു ഫസ്റ്റ് ഇലക്റ്റഡ് ഒഫീഷ്യൽ, അതായത് ഒരു ഫസ്റ്റ് ഗേ ഇലക്റ്റഡ് ഒഫീഷ്യൽ ആയിരുന്നു പുള്ളിക്കാരൻ. അപ്പോൾ ആള് ഡിസൈൻ ചെയ്യിച്ചൊരു ഫ്ലാഗാണ് റെയിൻബോ ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ. അത് ബേസിക്കലി റെപ്രസെൻ്റ് ചെയ്യുന്ന മൾട്ടി കളർ ആണല്ലോ, 7 കളേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ കാണുമ്പോൾ ഒറ്റ കളറായിട്ട് കാണുന്നത്. അപ്പം മനുഷ്യർ കാണുമ്പോൾ എല്ലാവരും ഒരുപോലെ ഇരിക്കും, പക്ഷെ അതിനുള്ളിൽ ഈ പറഞ്ഞ LGBTQIA+ അതാണ് അവർ ആ ഫ്ലാഗ് കൊണ്ട് ഉദ്ദേശിച്ചത്. പ്ലസ് എന്ന് പറയുമ്പോൾ ഇനി ആഡ് ചെയ്യാം. അതായത് പുതിയ ജെൻഡേഴ്സ് ആഡ് ആവുന്നതാണോ പറയുന്നത്? ജെൻഡേഴ്സ് എന്നല്ല, ഇനിയും അതായത് നമ്മൾ സ്വയം ഐഡന്റിഫൈ ചെയ്യപ്പെട്ടിട്ടില്ലാത്ത ജെൻഡേഴ്സ് ഉണ്ടാവാം. അപ്പൊ അത് ഞങ്ങളുടെ ഈ പറഞ്ഞ LGBTQIA+ ആഡ് ചെയ്യാം എന്നുള്ള ഒരു ഓപ്പൺ ആംസ് എന്നുള്ള നിലയ്ക്കാണ് ആ പ്ലസ് അവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതിപ്പോൾ വളരെ ട്രെൻഡി ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ്, പല മേഖലകളിലും ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു സംശയം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റിക്ക് ഇങ്ങനെ ഒരു ട്രെൻഡ് സെറ്റിംഗ് ആവാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ, ഇതിപ്പോൾ നമുക്കറിയാലോ വർഷങ്ങളായിട്ട് ഇതെല്ലാം നമ്മുടെ ലോകത്തുള്ളതാണ്. പക്ഷെ ഇപ്പോൾ ഈ റീസെൻ്റ്ലി ആണ് ഇതൊരു ട്രെൻഡി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ ഒരു റീസൺ എന്തായിരിക്കും, ഇങ്ങനെ ട്രെൻഡി ആവേണ്ട ഒരു സിഗ്നിഫിക്കൻസ് എന്താണ് അതിന്? എനിക്കൊന്ന് ആൾക്കാർ കുറച്ചുകൂടെ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ഇത് ഫോർഫ്രണ്ടിലോട്ട് വരുന്നത് എനിക്ക് തോന്നുന്നു. ആൾക്കാർ കുറച്ചുകൂടെ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയെന്ന് തോന്നുന്നു. നേരത്തെ കാതൽ സിനിമയിൽ ഇപ്പം അതിലെ മമ്മൂട്ടി പ്ലേ ചെയ്ത ആ റോളിൽ പുള്ളിക്കാരൻ കല്യാണം കഴിഞ്ഞു, അത്രയും വർഷം വെയിറ്റ് ചെയ്തു, അതിന് ശേഷമാണ് കമ്മൗട്ട് എന്നാണല്ലോ ഇവർ അതിനെ വിളിക്കുന്നത്. സ്വന്തം ഐഡന്റിറ്റിനെ ഐഡന്റിഫൈ ചെയ്ത് പുറത്ത് വരുന്നതിനെ അവർ കമ്മൗട്ട് എന്നാണ് പറയുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ആൾക്കാർ കുറച്ചുകൂടെ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയെന്ന് തോന്നുന്നു. നമ്മുടെ പബ്ലിക്കില്, സൊസൈറ്റിയില് അവര് അനൗൺസ് ചെയ്യാൻ തുടങ്ങിയല്ലോ. അപ്പൊ നമ്മുടെ സൊസൈറ്റിയിൽ ഇവർക്ക് എന്തെങ്കിലും ഒരു എന്താ പറയാ, ഒരു വകതിരിവ് അങ്ങനെ ഉള്ളത് കൊണ്ടാണോ ഇങ്ങനെ ഒരു ഇത് വരുന്നതെന്നാണോ പറയുന്നത്? അല്ല, ഇപ്പൊ നമ്മളെല്ലാവരും കണ്ടീഷൻഡ് ആണല്ലോ അല്ലേ. ഇപ്പം ഞാനാണെങ്കിലും ജെറിയാണെങ്കിലും ഷാനാണെങ്കിലും ഒക്കെ നമ്മൾ ജനിച്ച് നമ്മുടെ പേരൻസ് അതല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ്, അതിനുശേഷം നമ്മൾ വർക്ക് ചെയ്യുന്ന എക്കോസിസ്റ്റം, ഇതൊക്കെ വെച്ച് കണ്ടീഷൻ ചെയ്ത് നമ്മൾ വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെ കണ്ടീഷൻഡ് ആണ് സൊസൈറ്റി. അതായത് ഇപ്പോൾ ഒരാൾ ഇപ്പോൾ ഓപ്പൺ ആയിട്ട് വന്നിട്ട് ഞാൻ ഗേ ആണല്ലോ, ഞാൻ ലെസ്ബിയൻ ആണെന്നൊന്ന് പറയുമ്പം ആ ആളെ നമ്മൾ എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളത് വലിയൊരു ഫാക്ടറാണ്. ഇപ്പോൾ ഓൺ പേരൻസ് പോലും അവരെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ പലരും വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി ഈ കമ്മൗട്ടിന് ശേഷം വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് സൊസൈറ്റിയിൽ സർവൈവ് ചെയ്യാൻ നോക്കുന്ന ടൈമിൽ അവർക്കൊരു ജോലി വേണം. ഇപ്പോൾ പഠിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യണം. അതല്ലെങ്കിൽ ജോലിയുള്ള ആൾക്കാരാണെങ്കിൽ അതിൻ്റെ അടുത്ത സ്റ്റേജിലോട്ട് അവർക്ക് പോകണം. മോസ്റ്റ് ഓഫ് ദ കേസസ് നടക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരാൾ കമ്മൗട്ട് കഴിയുമ്പം അയാൾ എന്ത് ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടുന്ന് അയാൾ എക്സ്പെൽ ചെയ്യും, പുറത്താക്കപ്പെടും, അയാളെ ടെർമിനേറ്റ് ചെയ്യും. അതല്ലെങ്കിൽ അവിടുത്തെ കൾച്ചർ കാരണം, അവിടുത്തെ എക്കോസിസ്റ്റം കാരണം അവർ അവിടുന്ന് റിസൈൻ ചെയ്യും, ഒറ്റപ്പെടും. മെട്രോ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ അവിടെ ഒരുപാട് ഇത്ര ശതമാനം ട്രാൻസ്ജെൻഡേഴ്സിനെ അനുവദിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പൊ പലരും കാണുന്നില്ല. അതുപോലെ അതിന് പല റീസൺസ് ഉണ്ടാവും. ഇപ്പൊ അവർ തന്നെ റിസൈൻ ചെയ്ത് പോയവരുണ്ടാവും. അതല്ലാതെ അവിടുത്തെ ആ കൾച്ചർ പറ്റാത്ത, അതല്ലെങ്കിൽ അവിടെ അവരുമായിട്ട് മിങ്കിൾ ചെയ്യുന്ന ആൾക്കാരുടെ നേച്ചർ പറ്റാത്ത. അങ്ങനെ ചോദിക്കുമ്പോൾ എൻ്റെ ഒരു സംശയം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ കേരളത്തിലെ ഒരു പ്രശ്നമാണ് ഈ പറയുന്നത്. ഇപ്പൊ ബാംഗ്ലൂർ ഒരു ഉദാഹരണത്തിന് എടുത്ത് നോക്കുകയാണെങ്കിൽ, ബാംഗ്ലൂരിൽ ഇവിടെ ഉള്ളതിനോട് കൂടുതൽ IT ഓഫീസസ് ആയാലും എല്ലാം ഉണ്ട്. അതേപോലെ തന്നെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ പറഞ്ഞ ആൾക്കാർ അവിടെയും കുറച്ച് കൂടുതലാണ്. അല്ല, അതിപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു പ്രോബ്ലമായിട്ട് ഇവിടെ കാണണ്ടേ. അതായത് നമുക്ക് സൊസൈറ്റിയിൽ ഇവരുണ്ടെന്ന് നമുക്കറിയാം ഇല്ലേ. സൊസൈറ്റിയിൽ നമ്മൾ ഇപ്പം പുറത്തിറങ്ങി അത് പബ്ലിക്കുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന, ഇൻ്ററാക്ട് ചെയ്യുന്ന ആർക്കും അറിയാം ഇങ്ങനൊരു കമ്മ്യൂണിറ്റി ഇവിടെ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ അവർ നമ്മൾ ഈ പറഞ്ഞ നല്ലൊരു പ്രൊഫൈലിലോട്ട് അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ഫോർഫ്രണ്ടിലോട്ട് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ അത് സൊസൈറ്റിയുടെ ഒരു പ്രോബ്ലം കൂടെ ആയിട്ട് എനിക്ക് തോന്നുന്നത്. നമുക്ക് 2 തരത്തിൽ ചിന്തിക്കാമല്ലോ. അതായത് ഇപ്പോൾ ഒരു ജോബ് അല്ലെങ്കിൽ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി കൊടുക്കുമ്പോൾ അവർ ആ ജോലിക്ക് ഒരു റിസർവേഷൻ പോലെ എടുക്കണം എന്നാണോ പറയണത്, അതോ സ്കിൽ ബേസിൽ റിക്രൂട്ട്മെൻറ്റ് ചെയ്യണോ? ഏതായിരിക്കും കുറച്ചും കൂടെ ലോജിക്കലായിട്ട് ഫേസ് ചെയ്തത്? അല്ല, ജോബ് എപ്പോഴും മെറിറ്റിൻ്റെ ബേസിൽ, സ്കിൽ ബേസ് തന്നെ ആയിരിക്കും. ഞാൻ പറയുന്നത് ഇപ്പം നമ്മുടെ ഇവിടുത്തെ കാസ്റ്റ് റിസർവേഷൻ അല്ലെങ്കിൽ ഇപ്പം എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ റിഫോംസ്, ഈ പറഞ്ഞ റിസർവേഷൻസ് എന്തുകൊണ്ടാണ് വേണം എന്ന് നമ്മൾ പലരും പറയുന്നത് വെച്ചാൽ, ഒരു ടൈമിൽ പല ആൾക്കാരും സോഷ്യലി എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിരുന്നു. അവർക്ക് സൊസൈറ്റിയിൽ ബാക്കിയുള്ള ആൾക്കാരുടെ ഒപ്പം ഓടി എത്തണം എന്നുണ്ടെങ്കിൽ അവർക്കൊരു സപ്പോർട്ട് വേണം ഇല്ലേ. ഇപ്പം ജെറിക്ക് ഉണ്ടാവുന്ന സിറ്റുവേഷൻ ആയിരിക്കത്തില്ല ചിലപ്പോൾ എനിക്കുണ്ടാവുന്നത്. ഇപ്പം ചിലപ്പോൾ ഞാൻ പഠിത്തത്തിൽ മോശമായിരിക്കും,
ചിലപ്പം ഷാൻ കുറച്ചുകൂടെ ഷാർപ്പായിരിക്കും, കുറച്ചുകൂടെ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരാളായിരിക്കും. അപ്പം നമ്മൾ ട്യൂഷന് പോകത്തില്ലേ, ഇത് നമ്മൾ ഒരാൾക്കൊരു സപ്പോർട്ട് കൊടുക്കുക. അതുപോലെ തന്നെ സോഷ്യലി എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ഒരാൾക്ക് നമ്മൾ ഒരു സപ്പോർട്ട് കൊടുക്കുമ്പോൾ ആൾക്കും ബാക്കിയുള്ളവരുടെ ഒപ്പം എത്താൻ പറ്റും. അപ്പോൾ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഓക്കെ, നമുക്ക് എല്ലാവർക്കും നമ്മുടെ ബേസിക് അവകാശമാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ അതിനുശേഷം നമുക്കിപ്പോൾ ഒരു ജോലി, ഒരു വർക്ക് അറ്റ്മോസ്ഫിയറിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു റിസർവേഷൻ സിസ്റ്റം വേണം, അല്ലെങ്കിൽ അതിനൊരു സിഗ്നിഫിക്കൻസ് ഉണ്ട് എന്നാണോ ഫൈസി പറയുന്നത്? അല്ലെങ്കിൽ നമുക്കത് അല്ല, അവരങ്ങനെ ഡിമാൻഡ് ചെയ്യുന്നുണ്ടോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, എനിക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് അവരങ്ങനെ ഡിമാൻഡ് ചെയ്യുന്നു. അവര് ഡിമാൻഡ് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ അവർ ഒറ്റപ്പെടുത്തുന്നുണ്ട് എന്ന് അവർ പറയുന്നുണ്ട്. അല്ല, അത് നമുക്ക് ഊഹിക്കാലോ. നമ്മുടെ ഫ്രണ്ട്സ്, നമ്മൾ പഠിച്ചിരുന്ന ടൈമിൽ നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ കുറച്ചൊരു ഫെമിനൈൻ, ഇപ്പൊ ബോയ്സ് ആണെങ്കിൽ കുറച്ച് ഫെമിനൈൻ ടച്ച് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ എങ്ങനെ ട്രീറ്റ് ചെയ്യും? പണ്ടത്തെ ഒരു കാലത്ത്. പക്ഷെ ഇപ്പൊ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിന് വന്ന ശേഷം കുട്ടികൾ ഉൾപ്പെടെ ഒരു പണ്ടത്തെ ഇടക്കുള്ള ഇതൊന്നും വിളിക്കില്ല ഇപ്പൊ. ജെൻഡർ വൈസ്ഡ് മാത്രമല്ല, ബുള്ളിങ് അല്ല. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ അവരെ അന്ന് ബുള്ളി ചെയ്തിട്ടുണ്ടാവാം. എനിക്ക് അതിൽ റിഗ്രറ്റ് ഉള്ള ആളാണ് ഞാൻ. കാര്യം ഞാൻ പഠിച്ച ടൈമിൽ ഞാൻ അങ്ങനെ ബുള്ളി ചെയ്തിട്ടുണ്ട്, അതിൽ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമുക്ക് അതിനുള്ള എഡ്യൂക്കേഷൻ കിട്ടി, അവരെ നമ്മൾ വളരെ സിനിമയെ പോലും ഇപ്പൊ അങ്ങനെ പറയാൻ പാടില്ല എന്നല്ല പറയുന്നത്. അതെ, ഈ ഒരു 2015 ശേഷം അത് ഭയങ്കരമായിട്ട് അതെ മാറിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ അങ്ങനെ സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നവർക്ക് നമ്മൾ സപ്പോർട്ട് കൊടുക്കണം, അല്ലേ? ഇപ്പം നമ്മൾ തന്നെ ഇപ്പം നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു ഓഫീസിൽ ട്രാൻസ് ആയിട്ടുള്ള ഒരാൾ, അതല്ലെങ്കിൽ LGBTQI+ ആ കമ്മ്യൂണിറ്റി എന്ന് വരുന്ന ഒരാളെ നമ്മൾ എത്രത്തോളം പോസിറ്റീവായിട്ട് ട്രീറ്റ് ചെയ്യുന്ന നമ്മളും ഒരു സെൽഫ് ഇൻട്രോസ്പെക്ഷൻ നടത്തണമല്ലോ. നമ്മൾ എത്രത്തോളം നന്നായിട്ട് അവർ ട്രീറ്റ് ചെയ്തേക്കാം, അത് നമ്മൾ ചിന്തിക്കണമല്ലോ. അവർക്ക് നമ്മളൊരു സപ്പോർട്ട് കൊടുക്കേണ്ട സ്ഥലത്ത് സപ്പോർട്ട് കൊടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. തീർച്ചയായിട്ടും സപ്പോർട്ട് കൊടുക്കണം. അതിപ്പോൾ ഒരു എംപ്ലോയർ എന്ന നിലയ്ക്ക് ഒരിക്കലും ആസ് എൻ എംപ്ലോയർ ഒരിക്കലും ഈ ഒരു ജെൻഡർ വൈസ് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ബേസിൽ ആരും മാറ്റി നിർത്താൻ പാടില്ല. അത് ഞാനും യോജിക്കുന്നില്ല. ഇപ്പോൾ ഒരു എംപ്ലോയർ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ജോബിന് വേണ്ട ആ ഒരു ക്വാളിഫിക്കേഷൻ ബേസ്ഡ് അല്ലെങ്കിൽ അവർ സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ആളെടുക്കുന്നതിന് പകരം അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവർക്ക് പ്രിയോറിറ്റി കൊടുത്തെടുക്കണം എന്നുള്ളതാണോ വേണ്ടത്? അതാണോ നമ്മൾ നോക്കേണ്ടത്? അതോ ജെൻഡർ വൈസിന് നമ്മൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്യരുത് എന്നുള്ളതാണോ? അല്ല, എനിക്ക് തോന്നുന്നൊരു ഒപ്പീനിയൻ എന്താ പറയുക, ഇപ്പം ഷാൻ ഒരു കമ്പനി ഉണ്ട്, അവിടെ ഒരു 10 എംപ്ലോയീസ് ഉണ്ടെന്ന് വെക്കുക. അതിൽ ഒരു 11ാമതായിട്ടൊരു ട്രാൻസ് വരിക, അല്ലെങ്കിൽ ഈ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരാൾ വരികയാണ്, ആൾ വിസിബിളി ഭയങ്കര എവിഡൻ്റ് ആണ് ഞാൻ ഈ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ളത്. ചിലപ്പോൾ നമുക്ക് തോന്നില്ല ഇവരെന്താ ഇങ്ങനെ ഓവർ മേക്കപ്പ് ഇടുന്ന, അല്ല അങ്ങനെ നമുക്ക് തോന്നാറുണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. പക്ഷെ ഇപ്പോൾ എനിക്കത് അവരുടെ ഐഡൻറ്റിറ്റി അവരങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത്, അതാണ് അവരുടെ ഐഡൻറ്റിറ്റി. അപ്പം അങ്ങനെ ഒരാൾ ആ ഒരു വർക്ക് കൾച്ചറിലോട്ട് വരുമ്പം ബാക്കിയുള്ള ടീം മെമ്പേഴ്സ് അവരെ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നുള്ളൊരു പ്രശ്നമാണല്ലോ. ആസ് എൻ എംപ്ലോയർ ആണെങ്കിൽ ഞാൻ തികച്ചും ആ ക്വാളിഫിക്കേഷൻ ബേസ്ഡ് ആൻഡ് സ്കിൽ ബേസ്ഡ് എടുക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു ജോലിക്ക് ഈ പറഞ്ഞ പോലെ ഏതൊരു വിഭാഗത്തിൽ നിന്നുള്ള ആൾക്കാരായാലും നമുക്കതിന് പ്രശ്നമില്ല. പക്ഷേ നമ്മുടെ ജോബ് പ്രൊഫൈലിൽ മാച്ച് ആയിരിക്കണം, ആ ക്വാളിഫിക്കേഷൻ അവർ ഓക്കെയാണ്, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ളൊരു സ്കിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ റിക്രൂട്ട് ചെയ്തിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഒരു എംപ്ലോയർ പറ്റില്ല. അതിപ്പോൾ ഈ പാൻസ് ഇതാണെങ്കിലും നോർമൽ വേറെ ആരാണെങ്കിലും നമ്മളതിന് കാണരുത്. അല്ല, മെറിറ്റ് ബേസ്ഡിൽ ഈ പറഞ്ഞ ജോബിന് എടുക്കുന്ന എനിക്ക് മനസ്സിലായി. അപ്പോഴും ഞാൻ പറയുന്നത്, ഒരു സൊസൈറ്റി എന്നുള്ള നിലയ്ക്ക് നമ്മൾ എത്രത്തോളം എക്യുപ്ഡ് ആണ്. ഈ പറഞ്ഞ ഒരാളെ ഇപ്പം നമ്മളൊരു ടീമിൽ നമ്മൾ 10 പേര് അതിൽ മെമ്പേഴ്സാണ്, അതിലൊക്കെ 11ാമതായിട്ടൊരു ട്രാൻസ് ആണ് വരുന്നതെങ്കിൽ ആ വരുന്ന ആളെ നമ്മുടെ ടീമിൽ നമ്മൾ അക്കോമഡേറ്റ് ചെയ്യാൻ എത്രത്തോളം നമ്മൾ റെഡി ആവും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. ഇപ്പം ഷാൻ പറഞ്ഞല്ലോ, ഇപ്പം ഇവരെ നമ്മൾക്ക് റിസർവേഷൻ കൊടുത്ത് തന്നെ വേണോ മുന്നോട്ട് കൊണ്ടുവരാൻ എന്ന് പറയുമ്പം അങ്ങനെ കൊടുത്താലേ അവരിപ്പം മുൻപോട്ട് വരികയുള്ളൂ എന്ന് നമുക്കൊരു കൺവിക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇല്ല, ഇതിന് നമ്മൾ സ്വയമാണ് എഡ്യൂക്കേറ്റഡ് ആവേണ്ടത്. എന്താണ് ഈ LGBTQ കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ അവരോടുള്ള മനോഭാവം നമ്മൾ എങ്ങനെയായിരിക്കണം എന്നുള്ളത് ഇപ്പോഴത്തെ ജനറേഷനാണ് വേണ്ടത്. അത് മനസ്സിലാക്കുന്നവർ ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആളെ മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. മനസ്സിലായി? അവരെന്താണെന്നുള്ളതോ അവരെ പറ്റി അറിയണ ഒരു എഡ്യൂക്കേഷൻ നമുക്കുണ്ടെങ്കിൽ നമുക്ക് അവരെ മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. അപ്പം അങ്ങനെ എഡ്യൂക്കേറ്റ് ചെയ്യണതല്ല, അതായത് ആളുകൾ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതല്ല കുറച്ചും കൂടെ ബെറ്റർ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, അത് ഒരു പ്രോസസ് അല്ല, ടൈം എടുക്കും. കാര്യം മെയിൻലി നമുക്കിപ്പം നമ്മൾ കുറച്ചുകൂടെ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസും എഡ്യൂക്കേഷൻ്റെ ഇൻഫ്ലുവൻസും ഒക്കെ കൊണ്ട് നമ്മൾ മേ ബി ഇവരുമായിട്ട് കുറച്ച് ഇന്ററാക്ട് ചെയ്യാൻ പോലും ചിലപ്പോൾ നമുക്ക് ഓകായിരിക്കും. നമ്മുടെ പേരൻസ് ഇതിന് എത്രത്തോളം റെഡി ആവും എന്നുള്ള. അതെ, ഇപ്പൊ നമ്മള് നാളെ നമ്മുടെ ജെൻഡർ മാറ്റണം എന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവരെ എത്ര പേര് അക്സെപ്റ്റ് ചെയ്യും? എനിക്ക് തോന്നുന്നില്ല നമ്മുടെ പേരൻസ് അവര് 60 വർഷം അവരങ്ങനെ ജീവിച്ചു ദിവസം മാറ്റാം അവർക്ക് വരാം. അപ്പൊ ഇതിന് ഒരു ജനറേഷൻ കൂടി കഴിയുമ്പോഴായിരിക്കും, ഒരു 10-15 വർഷം കൂടി കഴിയുമ്പോഴായിരിക്കും കംപ്ലീറ്റ്ലി അക്സെപ്റ്റ് ആവാന്നാണ്. ഇൻട്രസ്റ്റിംഗ് കാര്യം പറയാനുള്ളത്, ഇപ്പൊ നമ്മൾ ഇവരെ ഏലിയൻസിനെ പോലെ കാണുന്ന പലരും ഉണ്ട്. ഇപ്പൊ എനിക്കറിയാവുന്ന എന്റെ ഫ്രണ്ട്സ് തന്നെ ഇവരെ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റത്തില്ല, നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ്ങിൽ പറ്റത്തില്ല, അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാൻ ഇന്ററാക്ട് ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഇപ്പം നമ്മളിപ്പം ഒരു
പർട്ടിക്കുലർ ഡൊമൈനിൽ നല്ല എക്സ്പേർട്ട് ആണെങ്കിൽ നമ്മൾ അയാളെ ജീനിയസ് എന്ന് പറയും അല്ലേ. ഈ ഒരുപാട് ഡൊമൈൻസിൽ ജീനിയസ് ആണെങ്കിൽ നമ്മൾ അവരെ പോളിമാത്ത് എന്നാണ് വിളിക്കുന്നത്. അപ്പം ലോകം കണ്ട ഏറ്റവും വലിയൊരു പോളിമാത്ത് എന്ന് പറയുന്നത് ഡാവിഞ്ചിയാണ്. മറ്റാളെ പറയുന്നത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനാണ്. ഈ ഡാവിഞ്ചി, നമ്മുടെ മൊണാലിസ വരച്ച ലിയോണാർഡോ ഡാവിഞ്ചി എന്ന് പറയുന്ന ആള് ഒരു ഹോമോസെക്ഷൽ ആയിരുന്നു. ആളൊരു ഗേ ആയിരുന്നു. ഞാൻ പറഞ്ഞ ഇത് പണ്ട് കാലം തൊട്ടേ ഉണ്ട്. ആൾക്കാർ ഇതിൽ ജനറൽ പണ്ട് ഇതിന് ജയിലിൽ കിടന്നിട്ടുണ്ട് ആള്. ആ കാലത്ത് 14-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഡാവിഞ്ചി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇത് കമ്മൗട്ട് അല്ലെങ്കിൽ ഇത് പറയുക അല്ലെങ്കിൽ ഇത് എവിഡന്റ് ആണെന്ന് അവർക്ക് മനസ്സിലായാലും പിടിച്ച് ജയിലിലിടും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആ കാലഘട്ടത്തിൽ ആ രാജ്യത്തിന്റെ നിയമം കൊണ്ട് ജയിലിൽ കിടന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ നമ്മൾ അയാൾ അറിയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റിയിലല്ല. അതൊരു വലിയ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്തുകൊണ്ടായിരിക്കും പല ലോകരാജ്യങ്ങളും LGBTQ സപ്പോർട്ട് ചെയ്യാത്തത്? പല റീസൺസ് ഇല്ല. ഇപ്പം റിലീജിയൻ വലിയൊരു റീസൺ അല്ലേ. ഇപ്പം ഏതെങ്കിലും ഒരു റിലീജിയൻ ഈ പറഞ്ഞ LGBTQI+ ആ കമ്മ്യൂണിറ്റീനെ ലീഗലൈസ് ചെയ്യുന്നുണ്ടല്ലോ, അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്ന റിലീജിയൻസ് എത്ര ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് തോന്നുന്നില്ല ഒരു റിലീജിയസ് ആയിട്ടുള്ള രാജ്യങ്ങൾ അവരുടെ റിലീജിയൻ പറയുന്ന നിയമം അല്ലെങ്കിൽ അതുപോലെ അവരെ കണക്കാക്കുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് അവിടെ എന്തുണ്ടെങ്കിലും ചെയ്യാൻ പറ്റില്ല. അതല്ല ഈ പറഞ്ഞ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള കൺട്രീസ് ആണെങ്കിൽ അവർക്ക് ഈക്വലി ഫ്രീഡം കൊടുക്കുന്നുണ്ട്. ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യം തന്നെയാണ് അല്ലേ? തീർച്ചയായിട്ടും ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. ഈ അടുത്ത് അങ്ങനെ ഒരു നിയമം, പക്ഷെ അവർക്ക് ഇപ്പോഴും ഈ പറഞ്ഞ പോലെ മാരേജ് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു പെർമിറ്റ് അവർക്ക് കൊടുത്തിട്ടുണ്ടെന്ന് സംശയമുണ്ട്. പിന്നെ രണ്ടാമത്തെ വിഷയം, ഈ ഇപ്പോൾ പറഞ്ഞ പോലെ ഇവർക്ക് റീപ്രൊഡക്ഷൻ്റെ ഒരു പ്രശ്നമുണ്ടല്ലോ. ഇപ്പോൾ ട്രാൻസ് ആണെങ്കിലും LGBT ആ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർക്ക് അവരുടെ അടുത്ത ജനറേഷൻ എന്ന് പറയുന്നത് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അപ്പോൾ അവർക്ക് അവരുടെ മാരേജ് ലീഗലൈസ് ചെയ്യുക എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ റീപ്രൊഡക്ഷൻ ഇല്ലാത്തൊരു പ്രശ്നം, ഇപ്പോൾ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഉണ്ടായിരുന്നത് റിമൂവ് ചെയ്തിട്ടോ അതല്ലെങ്കിൽ ഇല്ലാതെ ജനിച്ചതായ ആൾക്കാർ ഈ പറഞ്ഞ LGBT കമ്മ്യൂണിറ്റിയിലുണ്ട്, ഈ കമ്മ്യൂണിറ്റിക്കകത്തുണ്ട്. അപ്പോൾ ഇവർക്ക് അടുത്തൊരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞ് ഇവർ സുപ്രീം കോടതി എന്തൊരു കേസ് നടന്നു. പക്ഷെ അതെനിക്ക് തോന്നുന്നില്ല കോടതി അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന്. ഈ പറഞ്ഞ ഒരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ല എന്ന് കോടതി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷേ ഈ ഒരു കമ്മ്യൂണിറ്റിക്ക് കുറച്ചും കൂടി സപ്പോർട്ട്, എസ്പെഷ്യലി ഞാൻ പറഞ്ഞ ട്രാൻസ്ജെൻഡേഴ്സ് പോലുള്ള ആളുകൾക്ക് കുറച്ചുകൂടി സപ്പോർട്ട് നമ്മുടെ സമൂഹത്തിൽ കൊടുക്കണം. ഇപ്പോൾ അവരൊരു ബസ് സ്റ്റാൻഡിലോ എവിടെയെങ്കിലും ഒരു പബ്ലിക് പ്ലേസിലോ ഒന്നും ഇവർക്ക് പോകാനൊരു ടോയ്ലറ്റ്, ഇവർ ഏത് ടോയ്ലറ്റിൽ പോകണം, മെൻസിന്റെ പോകണോ ഫീമെയിലിന്റെ എവിടെ പോകണോ, ഇവരെവിടെ പോകണ്ടേ, ആ ലെവലിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അവരെ കുറച്ചുകൂടെ അക്കോമഡേറ്റ് ചെയ്യണം. പിന്നെ ഈ നമ്മൾ രാവിലെ സംസാരിച്ച കാര്യത്തിൽ ഷാൻ പറഞ്ഞൊരു ടോപ്പിക്കില്ലായിരുന്നു, ഇപ്പോൾ US ഇതിനെക്കുറിച്ച് സ്കൂളുകൾ എഡ്യൂക്കേറ്റ് ചെയ്യാൻ തുടങ്ങിയെന്നുള്ള. അതിലെനിക്ക് ശരിക്കും കുറച്ചൊരു ഡേഞ്ചറസ് ആയിട്ട് തോന്നിയത്. ഞാൻ തീർത്തും അതിനെ ഞാൻ എതിർക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ ഇതിപ്പോൾ ഒരാളുടെയും കുറ്റം കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ പ്രശ്നം കൊണ്ടോ ഉണ്ടാവുന്ന ഒരു സംഭവമല്ല, ഒരിക്കലുമല്ല. ഇപ്പം നമ്മളതിനെ അങ്ങനെ അടിച്ചാക്ഷേപിക്കാനും പാടില്ല, ശരിയാണ്. ഇപ്പം നമ്മളൊരു പെർസെൻറ്റേജ് വൈസ് നോക്കുകയാണെങ്കിൽ വളരെ റയറായിട്ടുള്ള ഒരു വിഭാഗം ആളുകളിലാണ് നമുക്കിങ്ങനെ ഒരു താല്പര്യം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇതിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ സ്കൂള് എന്ന് പറയുന്നത് എല്ലാവരും കുട്ടികൾ വന്ന് പഠിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ്. അതുമാത്രമല്ല ഇവർക്ക് സ്വയം എന്താ പറയുക, ഇവരുടെ ഒരു പ്രായപൂർത്തിയാവുന്നത് വരെ അവരെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് സ്കൂളാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇത് കൊടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ തന്നെ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുക. അതിന്റെ എന്ത് ആസ്പെക്ട് പറയുന്നത്? അതായത് ഇപ്പോൾ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു കുട്ടീനെ, ആ കുട്ടീനെ ഇപ്പം അവന് കൊടുക്കുന്ന അറിവ്, അത് നീ ഇങ്ങനെയാണ്, നീ ഇതല്ല, നീ വളരുന്ന ഈ ഒരു വ്യക്തിയല്ല നീ, അങ്ങനെ അവരെ അങ്ങോട്ട് പറഞ്ഞ് കൺവിൻസ് ചെയ്ത് മാറ്റുന്നത്. അല്ല, അങ്ങനെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഇപ്പോൾ ഉണ്ടോ? ഈ സിസ്റ്റം ഇപ്പോൾ വെസ്റ്റേൺ കൺട്രീസിലായാലും US അതിപ്പോൾ ഉണ്ട്, നിലവിലുണ്ട്. അതായത് ഇപ്പം ഞാൻ കുറച്ച് ക്ലാരിറ്റി വരാൻ വേണ്ടി ചോദിക്കുക. അതായത് ഇപ്പം ഒരു ആൺകുട്ടിയാണ്, ഇപ്പം എൻ്റെ മകനാണ് പഠിക്കുന്നതെങ്കിൽ അവനൊരു ആൺകുട്ടിയാണ്. അപ്പം ആ കുട്ടിയോട് നമ്മൾ പറയുകയാണ്, ഇപ്പം ടീച്ചേഴ്സ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സിസ്റ്റം പറയുകയാണ് നിങ്ങൾ ഡിസൈഡ് ചെയ്യാറായിട്ടില്ല, അങ്ങനെ ആ രീതിയിൽ പറയുമ്പോൾ അത് വളരെ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ഫ്യൂച്ചർ ആണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ ഒരു തിരിച്ചറിവാവാത്ത ഒരു കുട്ടീനെ ഒരു ടീച്ചർ പറയുമ്പോഴും കൂടെ നടക്കുന്ന കുട്ടികളും ഇതിനെപ്പറ്റി പറയുമ്പോഴും അവനത് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആവണം. അതല്ലാതെ ഇപ്പോൾ ഒരു 18 വയസ്സ് കഴിഞ്ഞ ഒരു പ്രായപൂർത്തിയായ ഉള്ളൊരു വ്യക്തിക്ക് സ്വയം താല്പര്യപ്രകാരം ഇപ്പോൾ വേറെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ, ഇതിനും കൂടെ ഓർത്തഡോക്സ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വളരുന്ന കുട്ടിയാണെങ്കിൽ പോലും ഒരു 20 വയസ്സിന് ശേഷം വീണ്ടും അവന് ഇങ്ങനെ ഒരു ഇതിലേക്ക് താല്പര്യമായിട്ട് സ്വയം അവൻ്റെ ഇൻറ്റൻഷനിൽ നിന്ന് വരാണെങ്കിൽ നമുക്ക് അതിനെ അക്സെപ്റ്റ് ചെയ്യണം. കാരണം ദർ ഈസ് നോ ഓപ്ഷൻ. പക്ഷെ അതിന് മുമ്പേ
കുട്ടികളെ ഇതിലേക്ക് ഇൻപുട്ട് അങ്ങോട്ട് കൊടുത്തിട്ട് അവരെ ക്യാൻവാസ് ചെയ്ത് ഇതിലേക്ക് മാറ്റുക എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇതിലേക്ക് അവർക്ക് ഒബ്വിയസ്ലി ഒരു ചായ്വ് തോന്നിപ്പോകും ആ ഒരു അതായത് നമ്മളിപ്പോ സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കണം എന്ന് പറയുന്ന പോലെ അല്ല, ആ ഒരു ആംഗിൾ അല്ല ഇത് പറയില്ല. ഒരിക്കലും അല്ല. സെക്സ് എഡ്യൂക്കേഷൻ വേറെ, ഇത് സെപ്പറേറ്റ്, രണ്ടും രണ്ട് രീതിയിൽ തന്നെ കാണണം. ഇല്ലെങ്കിൽ അത് മിക്സപ്പ് ആയി കഴിഞ്ഞാൽ അത് വളരെ ഒരു, അതായത് വളർന്നു വരുന്ന ഒരു ജനറേഷനോട് നിങ്ങളുടെ ഐഡന്റിറ്റി, ട്രൂ ഐഡന്റിറ്റി എന്താണെന്ന് നിങ്ങൾ ഇപ്പൊ ഡിസൈഡ് ചെയ്യരുത്. അതെ, അത് അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചിന്തിക്കാനുള്ള സമയം വരെ നമ്മൾ അവരെ ഫ്രീ ആയിട്ട് വിടണം. ഈ ഒരു കാര്യങ്ങൾ ഒരിക്കലും, അതായത് ജെൻഡർ വൈസിൽ ഇങ്ങനെയുള്ള അവരുടെ ഐഡന്റിറ്റി തന്നെ ബാധിക്കുന്ന വിഷയങ്ങൾ അവരെ നമ്മൾ ഒരിക്കലും ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് വിട്ടു കൊടുക്കരുത്. അത് അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കാം, പിന്നെ അവർക്ക് സ്വയം തീരുമാനിക്കാം. അതാണ് കുറച്ചും കൂടെ ഒരു, നമ്മൾ റിലീജിയന്റെ കാര്യം പറയുന്ന പോലെ, റിലീജിയൻ പറയുന്ന പോലെ ഇപ്പോൾ ഒരു വ്യക്തി റിലീജിയസ് ആവാൻ മെയിൻ കാരണം അവൻ ജനിച്ചു വളരുന്ന കാഴ്ചപ്പാട് തന്നെ. അതേപോലെ തന്നെ വേറൊരു ട്രൈബലിൽ ജനിച്ചു വളരുന്ന ഒരു കുട്ടി, അവന് 20 വയസ്സ് വരെ അവൻ്റെ അറ്റ്മോസ്ഫിയറാണ് അവനെ ഇൻഫ്ലുവൻസ് ചെയ്യണത്. ഇപ്പോൾ ഓരോ മതത്തിലുള്ളവർ അങ്ങനെ ആവുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ക്യാച്ചിങ് ഫ്രം ദി ചൈൽഡ്ഹുഡ് ആയതുകൊണ്ടാണ്. അത് ഇതിനും ആപ്ലിക്കബിൾ ആണ്. ഇപ്പം നമ്മളതിനെ ഈ ഒരു എന്താ പറയുക, പ്രായപൂർത്തിയാവുന്നത് വരെ അവരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെ വിടണം എന്നുള്ളതാണ്. രണ്ടും രണ്ടായിട്ട് തന്നെ കൺസിഡർ ചെയ്യുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ല, നമ്മുടെ സൊസൈറ്റിയിൽ ഇവരെ ഇതിനെ കുറിച്ച് കുറച്ചും കൂടി എന്താ പറയാ, എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട ഒരു ഇത്. ഇപ്പൊ ഒരുത്തൻ ഗേ ആണെന്ന് പറഞ്ഞാൽ അവൻ പബ്ലിക്കായിട്ട് ഒരു സോഷ്യൽ മീഡിയയിൽ എന്ന് പറഞ്ഞാൽ അവന്റെ അടിയിൽ അപ്പൊ തന്നെ ഫ്ലാഗിന്റെ കമന്റും മറ്റതും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇതിനെ നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്, വളരെ മോശമായ രീതിയിലും ഈ കമ്മ്യൂണിറ്റിനെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. അതായത് ഇപ്പൊ ഒരാളങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ആ രീതിയിൽ ഓക്കെ, ഇറ്റ്സ് യുവർ ചോയ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങനെ എടുക്കാൻ പാടുള്ളൂ. അതാണ് നമ്മൾ ആ ഒരു എഡ്യൂക്കേഷനാണ് വേണ്ടത്. പക്ഷെ അത് ഇപ്പോഴത്തെ ജനറേഷൻ ഇല്ല. എത്രയോ പേര് ആത്മഹത്യ ചെയ്തേക്കുന്നതിന്റെ പേരിൽ റീസെന്റ് ന്യൂസ് ഉണ്ടായിരുന്നു. അതെ, ഇപ്പൊ ഞാൻ പറയുന്നത് അവർക്ക് അവരുടെ അവകാശം, ജനിച്ചത് അങ്ങനെയായി പോയത് അവരുടെ കുഴപ്പമില്ല. ഇപ്പൊ നമ്മൾ അവരുടെ അവകാശത്തെ നമ്മൾ മാനിക്കുന്നുണ്ട്. എക്സാക്ട്ലി അതേ റീസണിൽ തന്നെ അതിന്റെ ഓപ്പോസിറ്റ് നടക്കുന്ന ആ സ്ട്രേറ്റ് എന്ന് പറയുന്ന ഭൂരിഭാഗം അല്ലെങ്കിൽ പെർസെൻറ്റേജ് വൈസ് അത് ബയോളജിക്കലി പ്രൂവൺ ആണ്. ആ ഒരു വിഭാഗത്തിന്റെ വിഭാഗം എന്ന് പറയുന്നത് കുട്ടികൾ ജനിച്ച് പ്രായപൂർത്തിയാവണ ആ കാലഘട്ടത്തിൽ അവർക്കും അവരുടെ ആ ഒരു ജെൻഡർ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ബോത്ത് പാർട്ടിക്ക് നമ്മൾ ഈക്വലി അതിൻ്റെ റൈറ്റ്സിനുള്ള ആ ഒരു ഇമ്പോർട്ടൻസും നമ്മൾ തന്നെ കൊടുക്കണം. ഈ US പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരാള് ലെസ്ബിയൻ ആണെന്നൊക്കെ അഭിമാനത്തോടെയാണ് പറയുക, ലെസ്ബിയൻ ആണ്, ഗേ ആണ്. പക്ഷെ ഇവിടെ അത് മിണ്ടില്ല, ഒളിച്ചു വെച്ചാൽ ഇത് ഇപ്പോഴും ഒരു മലയാളികൾ ഒരു മറ വെച്ച് ഇതിനൊക്കെ നിൽക്കുന്നുള്ളൂ. അത് കുറച്ചുകൂടി തുറന്നു കാണിക്കണോ അതോ ഇതുപോലെ തന്നെ അടച്ചു വെക്കണോ, അത് എന്താണ് നിങ്ങളുടെ ഒരു കൺഫ്യൂഷൻ ഇപ്പോഴും ഉണ്ട്? നിങ്ങളുടെ ഒരു ഇതിൽ എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? ഇത് തുറന്നു വെക്കേണ്ടതാണോ അതോ ഇത് അടച്ച് ഒരു ആരും അറിയാതെ ഒരു കാര്യം സപ്രസ് ചെയ്ത് വെക്കുന്നിടത്തോളം അത് കൂടുതൽ വയലന്റ് ആവുള്ളൂ. ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് അത് വയലന്റ് ആയിട്ടായിരിക്കും അത് റിയാക്ട് ചെയ്യുന്നത്. കുറച്ചുകൂടെ ഒരു ഓപ്പൺ ആയിട്ടുള്ള, കുറച്ചുകൂടെ ഒരു സോഷ്യലി അറ്റ്ലീസ്റ്റ് സംസാരിക്കാൻ പറ്റുന്ന ടോപ്പിക് എന്നുള്ള നിലയ്ക്ക് ഇത് മാറ്റി കഴിഞ്ഞാൽ ഇതിൽ കുറെ നമ്മൾ ഭയങ്കര ബയസ്ഡ് അല്ലേ? അല്ല, ഓൾറെഡി നമ്മൾ ഇത്തിരി അഡ്വാൻസ് ആയി. പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ നമ്മള് കുറച്ചുകൂടി ബെറ്റർ ആണ്. ഇന്ന് ഇപ്പൊ നമുക്ക് ഇവിടെ സംസാരിക്കാം. ഒരു 15 വർഷം മുമ്പ് നമുക്ക് ഇതുപോലെ ചർച്ചയ്ക്ക് ഇരുന്നത് നമ്മൾ ആദ്യം ഒറ്റപ്പെടുത്തിക്കളയും. ഒരു 15 വർഷം മുമ്പ് ഇപ്പോഴത്തെ നമ്മൾ 2000-ലാണ് നമുക്ക് ഇതുപോലെ ചർച്ച ചെയ്യാൻ പറ്റും ഈ ഒരു വിഷയത്തെ പറ്റി. ഒരിക്കലും പറ്റില്ല. ഇന്ന് ആ ഒരു ഫ്രീഡത്തിലെത്തി, നാളെ ബെറ്റർ ഫ്യൂച്ചർ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം. അല്ല, വർക്ക് പ്ലേസ് ഒക്കെ കുറെ കൂടെ അങ്ങനെ ഓപ്പൺ ആയി എന്ന് ഞാൻ കരുതുന്നുണ്ട്. കാര്യം പല സ്ഥലങ്ങളും ഫ്രണ്ട്സ് ഒക്കെ പറയുമ്പോൾ അവരുടെ ഓഫീസിൽ മാറി വരും. കാരണം അതിനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒളിമ്പിക്സ് എടുത്ത് നോക്കാം. ഒളിമ്പിക്സിൽ ഇപ്പോൾ ഞാൻ കണ്ടത് വെച്ചിട്ട് കുറേ കോൺട്രവേഴ്സറി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിലൊന്നാണ് ഇപ്പോൾ വുമൻസ് കാറ്റഗറിയിൽ ആൾക്കാർ, അതായത് ഒരു പക്ക ഒരു മെയിൽ ഫീച്ചേഴ്സും മോസ്റ്റ്ലി ആഫ്രിക്കൻ സൈഡ് അത്ലറ്റിക് കാപ്പബിലിറ്റീസ് ഉള്ള ഒരു ജെൻഡർ വുമൻസിന്റെ ഇതിൽ അവർക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ട് തന്നെ. അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഒബ്വിയസ്ലി അവരാണ് എല്ലാത്തിലും പ്രൈസ് അടിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള അവർക്ക് അതൊരു ഇൻജസ്റ്റിസ് അല്ലേ? ശരിയല്ലേ? എന്നാൽ ഇവരെ മെന്നിൻ്റെ കാറ്റഗറിയിലും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് ഞാൻ സെപ്പറേറ്റ് ഒരു കാറ്റഗറി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫ്യൂച്ചറിൽ അത് വേണ്ടി വരും. താങ്കൾ പറഞ്ഞ ഒരു ബാത്റൂം വിഷയമാണെങ്കിൽ പോലും അവർക്ക് അവരുടെ ഒരു അവകാശത്തിന് അത് വേണം. എന്നാലല്ല അവർ ജസ്റ്റിസ് ആവുള്ളൂ ബാക്കിയുള്ളവർക്ക്. മാരേജ് ലീഗൽ ആയിട്ടുണ്ടല്ലോ ഇതുവരെ അല്ലേ? എനിക്ക് കറക്റ്റ് ഒരു ക്ലാരിറ്റി ഇല്ല. ഞാൻ ന്യൂസ് ഫോളോ ചെയ്യുന്നത് ഒരുപാട് ഇനിയും ഫോർവേഡ് ചെയ്യാനുണ്ട് ഈ കാര്യങ്ങൾ. അതെ, അത് കുറച്ചും കൂടെ നല്ല രീതിയിൽ, അതായത് നമ്മൾ ഉദ്ദേശശുദ്ധിയോടുകൂടെ ആ കാര്യങ്ങളുടെ എഡ്യൂക്കേഷൻ ആളുകളിലേക്ക് എത്തിയാൽ കാര്യങ്ങളെല്ലാം സ്മൂത്തായി പോകുന്നുള്ളതാണ്. ഇപ്പോൾ ഒരു സൈഡിലേക്ക് കൂടുതൽ പോയാലും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൂടുതൽ പോയാലും എയ്തർ ഓപ്പോസിറ്റ് സൈഡ് ഒപ്രസ്ഡ് ആവും.